നമസ്കാരം, ഞാൻ സുധീഷ് അമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ വന്നിട്ടുള്ള നമ്മുടെ കടമ്പഴിപ്പുറത്ത് ഹോസ്പിറ്റലിന്റെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിലാണ് കേട്ടോ. കടമ്പഴിപ്പുറത്ത് നിങ്ങൾക്ക് എന്റെ ബാക്കിൽ നോക്കിയാൽ കാണാം. കടമ്പഴിപ്പുറം ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിലാണുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ജീർണാവസ്ഥ, ആളുകൾ എത്ര ദുരിതത്തിലാണ് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എന്നുള്ളത് അധികാരികളുടെ ഒക്കെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യണത്. അത്രയും ദുരവസ്ഥയിലാണ് ഈ ഹോസ്പിറ്റലിന്റെ ഇത് കിടക്കുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ അത് അധികാരികളുടെ അടുത്ത് എത്തിക്കാൻ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ ഈ വീഡിയോ അധികാരികളിൽ എത്തുന്ന വരെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം. അതിന്റെ ആ ദുരാവസ്ഥ നമുക്കൊന്ന് നേരിട്ട് കാണാം. ഓക്കെ, ഇത് കടമ്പഴിപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രമാണ് കേട്ടോ. ഇത് നിരവധി ആളുകൾ, ഒരുപക്ഷെ മംഗലാകുന്ന് മുതൽ അതുപോലെ ഒരുപാട് ദൂരത്തു നിന്നുള്ള ആളുകൾ വരെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണിത്. ഈ ആശുപത്രിയുടെ ഉള്ളിലേക്ക് കയറിപ്പോയാൽ കാണുന്ന കാഴ്ച വളരെ അപകടം പിടിച്ചൊരു അവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സാധാരണക്കാരന് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പോയിട്ടൊന്നും ചികിത്സിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റില്ല. നമുക്ക് പറ്റുന്നത് അതേമാതിരിയുള്ള ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ചികിത്സിക്കാനാണ് കഴിയുക. അപ്പോൾ ആ ചികിത്സിക്കാൻ നമ്മൾ ഇപ്പോൾ കിടപ്പ് രോഗികൾ കിടക്കുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോണത്. ഇപ്പോൾ ഇതിലേ പോയി കഴിഞ്ഞാലാണ് കിടപ്പ് രോഗികൾ കിടക്കുന്നതും അതേപോലെ ഇഞ്ചക്ഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണത് ഇതുപോലുള്ള വഴികളാണ്. ആ വഴിയിലാണ് മുകളിലാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ദ്രവിച്ച കമ്പികളും പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂരയാണത്. അതിന് ഉള്ളിലൂടെ വേണം നമ്മൾക്ക് ഉള്ളിലേക്ക് പോകാൻ. നോക്കി നോക്കൂ, ഇത് മാത്രമല്ല, കുറച്ചും കൂടി നമ്മൾ മുമ്പാക്കം നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ വഴിയിലൂടെ നടക്കരുത്, ഇവിടെ അപകടമാണ് പറഞ്ഞിട്ട്. അവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇതേമാതിരി കമ്പി ദ്രവിച്ച് നിൽക്കുകയാണ്. അതാണ്ടോ നമ്മളാ പോണ വഴിയാണിത്, നടക്കുന്ന വഴിയിലാണിത്. അപ്പോൾ അവിടെയൊക്കെ ദ്രവിച്ച് കിടക്കുകയാണ്. അതിൻ്റെ മോൾ ഭാഗമൊക്കെ എപ്പോഴാണ് പൊട്ടി വീഴാന്നറിയാത്ത ലെവലിൽ നിൽക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇത് മാക്സിമം നമ്മുടെ ആരോഗ്യമന്ത്രിയുടെയും അതുമാതിരി മുഖ്യമന്ത്രിയുടെ ഒക്കെ ശ്രദ്ധയിൽ പെടുത്തണ വരെ നമ്മളിത് ഷെയർ ചെയ്യണം. കാരണം നമ്മളൊക്കെ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണിത്. ആ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ ആരാണെന്ന് അറിയില്ല, ആ ചേട്ടൻ എന്നെ തടയുകയൊക്കെ ചെയ്തു, അവരുടെ പെർമിഷൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. നമ്മൾ ഈ വീഡിയോ ആരും കുറ്റപ്പെടുത്താനോ കാര്യങ്ങൾക്കൊന്നുമല്ല. നമുക്കെന്തായാലും ഇത് ജനങ്ങളിലേക്ക് മാക്സിമം എത്തിക്കണം. അതുപോലെ അധികാരികൾക്ക് എത്തിച്ചിട്ട് ഇതിന് പെട്ടെന്നൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു നടപടി ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അത്രങ്ങാനും തിരക്കുള്ളൊരു ഹോസ്പിറ്റലാണിത്. ഏത് സമയം നിങ്ങൾ നോക്കിയാലും കാണാം കടമ്പഴിപ്പുറം ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ അത്രയും തിരക്കായിരിക്കും. അപ്പോൾ ഈ അവസ്ഥ സാധാരണക്കാരൻ്റെ ഈ ഒരു ദുരവസ്ഥ, കാരണം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ കിടപ്പ് രോഗികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ കിടത്തി ചികിത്സ ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇതിൻ്റെ രണ്ട് പുറവും നടക്കാൻ പറ്റാതെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുകയാണ്. പിന്നെ നടുഭാഗം മാത്രം അങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല, അവിടെ രണ്ട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്, ഇതുവഴി പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് വെച്ചുകൊണ്ട് കാര്യമില്ല, നമുക്കവിടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിനൊരു നടപടി ഉണ്ടാവണം. കാരണം അത്രയും ദുരവസ്ഥയിലാണ്. അപ്പോൾ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തണം. അതുവരെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഇത് സാധാരണക്കാരനെ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റൽ